ലോകത്ത് ഇന്നുവരെ ആർക്കും വായിക്കാൻ കഴിയാത്ത ഒരു പുസ്തകം. 600 വർഷമായി തൻ്റെ രഹസ്യം കാത്തുസൂക്ഷിക്കുന്ന, ശാസ്ത്രലോകത്തെ പോലും വെല്ലുവിളിക്കുന്ന ഒരു ദുരൂഹത. ലോകത്തിലെ ഏറ്റവും മികച്ച ക്രിപ്റ്റോഗ്രാഫേഴ്സ്, കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ്, ചരിത്രകാരന്മാർ എന്നിവരെല്ലാം ഇതിനു മുന്നിൽ പരാജയപ്പെട്ടു. ഇതാണ് വോയിനിച്ച് മാനുസ്ക്രിപ്റ്റ്, ലോകത്തിലെ ഏറ്റവും ദുരൂഹമായ പുസ്തകം. 1912 പോളിഷ് അമേരിക്കൻ പുസ്തക വ്യാപാരിയായ വിൽഫ്രിഡ് വോയിനിച്ച് ഇറ്റലിയിലെ ഒരു ജെസ്യൂട്ട് കോളേജിൽ വച്ചാണ് ഈ അപൂർവമായ കയ്യെഴുത്ത് പ്രതി കണ്ടെത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ പുസ്തകം അറിയപ്പെടുന്നത്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തിയ കാർബൺ ഡേറ്റിംഗ് പരിശോധനകൾ പ്രകാരം ഈ പുസ്തകം രചിക്കപ്പെട്ടത് 15-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഏകദേശം 1404-നും 1438-നും ഇടയിലാണെന്ന് തെളിഞ്ഞു. എന്നാൽ ഇത് ആരെഴുതി, എവിടെ വച്ചെഴുതി, എന്തിനായി എഴുതി എന്നീ ചോദ്യങ്ങൾക്ക് ഇന്നുവരെ ശാസ്ത്രലോകത്തിന് ഉത്തരമില്ല. ഏകദേശം 240 പേജുകളുള്ള ഈ പുസ്തകം നിറയെ വിചിത്രമായ ചിത്രങ്ങളും അജ്ഞാതമായ ലിപികളുമാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന അക്ഷരമാല ലോകത്തെ മറ്റൊരു ഭാഷയുടേതുമായി യോജിക്കുന്നില്ല. ഇതിന് സ്വന്തമായി ഒരു ലിപി തന്നെയുണ്ട്. പുസ്തകത്തിലെ ചിത്രങ്ങൾ കൂടുതൽ ആശ്ചര്യകരമാണ്. ഭൂമിയിൽ കാണപ്പെടാത്ത അപൂർവ സസ്യങ്ങൾ, വിചിത്രമായ നക്ഷത്രരാശി ചിത്രങ്ങൾ, ജലാശയങ്ങളിലെ ദുരൂഹമായ രൂപങ്ങൾ, അജ്ഞാതമായ യന്ത്രങ്ങൾ, ഇതൊക്കെയാണ് ഇതിലെ ചിത്രങ്ങൾ. ഈ ചിത്രങ്ങൾക്ക് താഴെയുള്ള വരികൾ വായിക്കാൻ ലോകത്തിലെ ഏറ്റവും മികച്ച കോഡ് ബ്രേക്കർമാർക്ക് പോലും കഴിഞ്ഞിട്ടില്ല. ഒന്നാം ലോക മഹായുദ്ധകാലത്തും രണ്ടാം ലോക മഹായുദ്ധകാലത്തും നാസി ജർമ്മനിയുടെ എനിഗ്മ കോഡ് തകർത്ത അതേ വിദഗ്ധർ പോലും ഈ പുസ്തകത്തിന് മുന്നിൽ പരാജയപ്പെട്ടു. എങ്കിൽ എന്താണ് ഇതിലെ രഹസ്യം? ശാസ്ത്രലോകം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന സിദ്ധാന്തങ്ങൾ ഇവയാണ്. 1. ഇതൊരു അതീവ രഹസ്യമായ ഗൂഢലിപിയാണ്. ഒരു നിശ്ചിത സമൂഹത്തിന് മാത്രം വായിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. 2. ഇത് ലോകത്ത് നഷ്ടപ്പെട്ടു പോയ ഒരു പ്രാചീന ഭാഷയാണ്. 3. ഇതൊരു വലിയ തട്ടിപ്പാണ്. അതായത് മധ്യകാലഘട്ടത്തിൽ ആരോ പണത്തിനായി വെറുതെ വരച്ചുണ്ടാക്കിയതാണ്. 4. ചിലർ പറയുന്നത് ഇത് ഭൗമേതര ജീവികളുടെ, ഏലിയൻസിൻ്റെ ഭാഷയാണെന്നാണ്. ആധുനിക സാങ്കേതിക വിദ്യയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഉപയോഗിച്ച് പലരും ഇത് വായിക്കാൻ ശ്രമിച്ചുവെങ്കിലും വോയിനിച്ച് കയ്യെഴുത്ത് പ്രതി ഇന്നും ഒരു അലിഖിത രഹസ്യമായി തുടരുന്നു. 600 വർഷങ്ങൾക്ക് ശേഷവും ഈ പുസ്തകം മനുഷ്യരാശിയോട് മിണ്ടാതിരിക്കുകയാണ്. നിങ്ങൾ എന്താണ് കരുതുന്നത്? ഇതൊരു തട്ടിപ്പാണോ? അതോ മനുഷ്യൻ ഇതുവരെ കണ്ടെത്താത്ത ഒരു മഹത്തായ രഹസ്യമാണോ?